ജെനിഫർ, താനെന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്ന് കരുതിയാ അകത്തേക്ക് വന്ന്. പാർവതി ഗന്ധർവൻ ആരാണെന്ന് കാണിച്ചെന്നോ? അവൻ അവിടെ ഉണ്ടോ? അയാൾ അവിടെ ഇല്ല സർ. ഗന്ധർവനെ കൊണ്ട് ഇനി ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതെങ്ങനെ? പാറു ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതേ ഗന്ധർവൻ എന്നൊരാൾ ഇല്ലാന്ന് ഉറപ്പിച്ചു പറയാനാ. ഇനി ആ പേരും പറഞ്ഞ് ആര് വന്നാലും തിരിഞ്ഞു പോലും നോക്കില്ലാന്നും പാറു പറഞ്ഞു. അതെ സർ, അയാൾക്ക് വേണ്ടി അനുഭവിച്ചതൊക്കെ ധാരാളമാണെന്ന് അവളങ്ങ് തീരുമാനിച്ചു. ഇനി ഗന്ധർവൻ അവളുടെ ജീവിതത്തിലെ ഒരടഞ്ഞ അധ്യായമാ. പാർവതി അങ്ങനെ പറഞ്ഞോ? ഓ സർ. ഇത്രയും കാലമായി ഞാൻ പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചത് ഇത് തന്നെയാ. അവൾക്കെല്ലാം ഇപ്പോഴായിരിക്കും മനസ്സിലായത്. എന്തായാലും പാർവതി ശരിയായ തീരുമാനമെടുത്ത് ഐ എം സോ ഹാപ്പി ഫോർ ഹർ. ഇപ്പൊ തന്നെ പാർവതിയെ കണ്ട് അവള് ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് ഒന്ന് പറയണമെന്നുണ്ട്. ഇപ്പോഴോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞാൽ അവൾക്ക് ടെൻഷനാവും. മാത്രമല്ല കുറെ കാലത്തിന് ശേഷമല്ലേ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. നിങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. നിങ്ങളുടെ പ്രൈവസിയിൽ ഞാൻ കയറി കൂടുന്നില്ല. എൻജോയ് ചെയ്യട്ടെ. ഓക്കേ, താങ്ക് യു സർ. ശരി, ഓക്കെ ദെൻ, പോട്ടെ, ബൈ. സോറി പാറു, കൈലാഷ് സാറിന് നിന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം നിങ്ങളെ ഒന്നിച്ച് കണ്ടിരുന്നെങ്കിൽ എത്ര വലിയ പ്രശ്നമായേനെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? എനിക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? സാറിന്റെ മനസ്സിൽ ഇങ്ങനൊരാഗ്രഹം ഉണ്ടെന്ന് ഞാൻ തന്നെ കുറച്ചു മുമ്പ് അറിഞ്ഞത്. തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയച്ചു. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം സത്യം അറിയില്ലേ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചു നാളത്തേക്ക് ഞങ്ങളെ പറ്റിയുള്ള സത്യം കൈലാഷ് സാർ അറിയരുത്. അതിന് നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കണം. ഇതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഇതേ ടെറസില് നമ്മൾ എത്ര തവണ സംസാരിച്ചിരുന്നിട്ടുണ്ട്. പ്രിയഞ്ചേട്ടൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തന്നിട്ടില്ലേ? പക്ഷെ അന്നൊന്നും തോന്നാത്തൊരു പ്രത്യേക സുഖം ഇപ്പൊ പ്രിയഞ്ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോ കിട്ടുന്നുണ്ട്. ഈശ്വര, നീയാണോ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നേ? എന്തായാലും എനിക്ക് സന്തോഷമായി. ഇത്രയും കാലം എനിക്ക് മാത്രം തോന്നിയിരുന്നൊക്കെ ഇപ്പോ നിനക്കും തോന്നുന്നുണ്ടല്ലോ. ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഗന്ധർവന്റെ കത്തുകൾ കിട്ടിയതിന് ശേഷം. കത്തുകൾ വായിക്കുമ്പോ ഇതുപോലെ നിലാവുള്ള രാത്രിയില് ഗന്ധർവൻ എന്റെ തൊട്ടടുത്തിരുന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നും. അന്ന് ഗന്ധർവനെ കാണാൻ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ലല്ലോ. വിഷമം വരുമ്പോഴെല്ലാം അയാളുടെ തോളിലെ ചാരി കരയുന്ന പോലെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. അതെനിക്ക് തന്ന ധൈര്യം ചെറുതല്ല. എന്റെ ധൈര്യത്തിന് കാരണക്കാരൻ പ്രിയഞ്ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ? ഇനി പ്രിയഞ്ചേട്ടൻ എന്റേത് മാത്രമാണെന്ന് എനിക്ക് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയാൻ തോന്നുക. പക്ഷെ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്രയും കാലം ഒന്നും പറയാതെ എന്റെ തൊട്ടടുത്ത് എന്റെ കുത്തുവാക്കുകളെല്ലാം സഹിച്ചു നിൽക്കാൻ പ്രിയഞ്ചേട്ടൻ എങ്ങനെ കഴിഞ്ഞു? ചിരിക്കാതെ പറ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിക്ക. ഇന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. പ്രിയഞ്ചേട്ടന് എന്നെ ആദ്യമായിട്ട് ഇഷ്ടാണെന്ന് തോന്നിയത് എപ്പോഴാ? നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ ധാവണിയിൽ കണ്ടപ്പോ തന്നെ ഞാൻ ഫ്ലാറ്റായി.
അപ്പൊ അത് വരെ ഒരു കൗതുകമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ കൂടുതൽ അടുത്തപ്പോഴാ നിന്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ വിധി എന്നെ നിന്റെ മുന്നിൽ ഒരു മോശക്കാരനാക്കി. ഞാൻ പ്രിയൻചേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പോലീസിനെ കൊണ്ട് അറസ്റ്റ് വരെ ചെയ്യിപ്പിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അത് മാത്രമല്ല, ആ സംഭവത്തിന് ശേഷം ഞാൻ ഗന്ധർവനായത്. അതെ, ഞാൻ സ്റ്റേഷനിലായിരുന്നപ്പോ അമ്മ നിന്നെ അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. നിന്നെ കണ്ട് മാപ്പ് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി അന്ന് രാത്രി തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ സൈക്കിള് പോലും ഇല്ല. നീ അന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ ആ ചിരി ഒരിക്കലും മായാതെ ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഉറപ്പിച്ചു. എനിക്ക് വേണ്ടി ഗന്ധർവനായും പ്രിയൻചേട്ടനായും എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എന്നെയും സ്വന്തം കുടുംബത്തെയും വിട്ട് ബംഗ്ലാദേശിലേക്ക് പോണെന്ന് പ്രിയൻചേട്ടൻ തീരുമാനിച്ചത് എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? ഗന്ധർവനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദനയെക്കാളും കൂടുതൽ സത്യം തുറന്നു പറയാൻ കഴിയാതെ പ്രിയൻചേട്ടൻ അനുഭവിച്ചു കാണും. എനിക്ക് ഗന്ധർവനോടുള്ള സ്നേഹത്തെക്കാളും എത്രയോ വലുതാ പ്രിയൻചേട്ടൻ എന്നോടുള്ള സ്നേഹം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സ്നേഹിക്കുന്നവര് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണെന്ന് അച്ഛൻ പറയാറുള്ളത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാ പ്രിയൻചേട്ടൻ. മരിക്കുന്നത് വരെ ഞാൻ പ്രിയൻചേട്ടൻ്റെത് മാത്രമായിരിക്കും. ഇതെന്റെ വാക്കാം.